ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിനെ യുദ്ധക്കളമാക്കിക്കൊണ്ട് അമേരിക്കൻ നാവികസേന നടത്തുന്ന അതീവ രഹസ്യ സൈനിക നീക്കങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വിഖ്യാത അന്താരാഷ്ട്ര വാർത്താ മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട അന്വേഷണാത്മക റിപ്പോർട്ടാണ് ലോകശക്തികളെ ആകെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഓപ്പറേഷൻ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിടുകയാണ്. യുഎസും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധങ്ങൾ എക്കാലത്തെയും മോശം അവസ്ഥയിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം അമേരിക്കൻ സൈന്യം നിഗൂഢമായ രീതിയിൽ നിയന്ത്രിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ കണ്ണുവെട്ടിച്ച് അന്താരാഷ്ട്ര എണ്ണക്കപ്പലുകളെ സുരക്ഷിതമായി കടത്തിവിടാൻ വാഷിംഗ്ടൺ ആസൂത്രണം ചെയ്ത ഷാഡോ ഓപ്പറേഷനാണ് ഇപ്പോൾ പരസ്യമായിരിക്കുന്നത്. ഇറാന്റെ നാവികസേനയുടെയും റവല്യൂഷണറി ഗാർഡ്സിന്റെയും ശക്തമായ നിരീക്ഷണ വലയത്തെ ഭേദിക്കുക എന്നതാണ് ഈ അമേരിക്കൻ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി തങ്ങളുടെ റഡാർ വിരുദ്ധ സാങ്കേതിക വിദ്യകളും സൈനിക സ്വാധീനവും അമേരിക്ക പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. പെട്ടെന്നൊരു സൈനിക പ്രകോപനം ഉണ്ടായാൽ അത് ആഗോളതലത്തിൽ വൻ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നതിനാലാണ് അമേരിക്ക ഈ നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിലെ ഏറ്റവും പ്രകോപനപരമായ വെളിപ്പെടുത്തൽ വാണിജ്യ കപ്പലുകൾ ഉപയോഗിച്ചുള്ള അമേരിക്കയുടെ നിഗൂഢ തന്ത്രങ്ങളാണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന പല പ്രമുഖ എണ്ണക്കപ്പലുകളും തങ്ങളുടെ സ്വയമേവയുള്ള തിരിച്ചറിയൽ സംവിധാനങ്ങൾ പൂർണ്ണമായും ഓഫാക്കിയാണ് യാത്ര ചെയ്യുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിത്. ഇത്തരത്തിൽ റഡാറുകളിൽ നിന്നും സാറ്റലൈറ്റ് ട്രാക്കിംഗ് സംവിധാനങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന കപ്പലുകളെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഡാർക്ക് ഷിപ്പുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കടലിലെ ഇവരുടെ സാന്നിധ്യം തിരിച്ചറിയുക എന്നത് ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നോ കപ്പൽ പിടിച്ചെടുക്കൽ നീക്കങ്ങളിൽ നിന്നോ രക്ഷപ്പെടാൻ ഈ ഡാർക്ക് ഷിപ്പ് തന്ത്രം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഈ രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമായി കപ്പലുകളുടെ യാത്രാ റൂട്ടുകളിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാനലുകൾക്ക് പകരം ഒമാന്റെ തീരത്തോട് ചേർന്നുള്ള ഇടുങ്ങിയതും സുരക്ഷിതവുമായ പാതകളിലൂടെയാണ് ഇപ്പോൾ അമേരിക്കൻ നിർദ്ദേശപ്രകാരം കപ്പലുകൾ കടന്നു പോകുന്നത്. ഇറാന്റെ പരിധിയിൽ നിന്നും പരമാവധി അകലം പാലിക്കുക എന്ന തന്ത്രപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഒമാൻ തീരങ്ങളെ അമേരിക്ക ഇതിനായി ആശ്രയിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഈ വാണിജ്യ കപ്പലുകൾക്ക് ദൂരത്തു നിന്ന് തന്നെ അതീവ രഹസ്യമായി അകമ്പടി സേവിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രത്യക്ഷത്തിൽ ഒരു സൈനിക വിന്യാസം തോന്നിക്കാത്ത രീതിയിലാണ് ഈ സീക്രട്ട് എസ്കോർട്ട് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് നേരിയ തോതിലുള്ള പ്രകോപനം ഉണ്ടായാൽ പോലും ശക്തമായി തിരിച്ചടിക്കാൻ തക്കവണ്ണം US നേവി സർവസജ്ജമായാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സൈനിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ രഹസ്യ ഓപ്പറേഷനുകൾ നടക്കുന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർത്ത അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളും സഖ്യകക്ഷികളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് വാഷിംഗ്ടൺ നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി ഒരു അന്താരാഷ്ട്ര കരാറിലോ ഉഭയകക്ഷി ധാരണകളിലോ എത്തുന്നതിനെ കുറിച്ച് വാഷിംഗ്ടൺ ആലോചിക്കുന്നുണ്ട്. ഈ തന്ത്രപ്രധാനമായ ജലപാത വീണ്ടും പൂർണ്ണതോതിൽ തുറന്നു കൊടുക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന്മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. എന്നാൽ സൈനികമായ മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം ചർച്ചകൾക്ക് തയ്യാറാകൂ എന്ന വാശിയിലാണ് വൈറ്റ് ഹൗസ്. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കങ്ങളോട് കടുത്ത ഭാഷയിലാണ് ടെഹ്റാൻ പ്രതികരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ പരമാധികാരം തങ്ങൾക്കാണെന്നും ഈ വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കോ ചർച്ചകൾക്കോ തയ്യാറല്ലെന്നും ഇറാൻ ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. വിദേശ ശക്തികളുടെ ഒരു സാന്നിധ്യവും തങ്ങളുടെ അതിർത്തിയിൽ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ സൈനിക നേതൃത്വം. ഇറാന്റെ ഈ കടുത്ത നിലപാട് പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ മുൻകാല ഭീഷണികൾ വെറും വാക്കല്ലെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് അതിശക്തമായ നിഴൽ യുദ്ധമുറകളുമായി
അമേരിക്കൻ സൈന്യം മുന്നോട്ടു പോകുന്നത്. ഈ രണ്ട് വൻശക്തികൾ തമ്മിലുള്ള സായുധ പോരാട്ടത്തിന്റെ അലയൊലികൾ ആഗോള ഊർജ വിപണിയെയാണ് ഏറ്റവും മാരകമായി ബാധിച്ചിരിക്കുന്നത്. ലോകത്തുപയോഗിക്കുന്ന എണ്ണയുടെ 1/5 കടന്നു പോകുന്ന പാതയാണിത്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ നേരിയ ചലനങ്ങൾ പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോന്ന ശേഷി ഈ പ്രതിസന്ധിക്കുണ്ട്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നാറ്റോ സഖ്യകക്ഷികളും ആശങ്കയിലാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഇത്തരം കപ്പൽ നിയന്ത്രണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ക്ഷണിച്ചു വരുത്തുമോ എന്നാണ് അവരുടെ ഭയം. പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധം ലോകവ്യാപകമായ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവെക്കുമെന്ന മുന്നറിയിപ്പുകൾ സാമ്പത്തിക വിദഗ്ധർ നൽകി കഴിഞ്ഞു. അമേരിക്കൻ നാവികസേനയുടെ ഈ അതീവ രഹസ്യമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. സമാധാന ചർച്ചകളുടെ മറവിൽ നടക്കുന്ന ഈ കപ്പൽ ചൂതാട്ടം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. ഡാർക്ക് ഷിപ്പുകളും സീക്രട്ട് എസ്കോട്ടുകളും നിറഞ്ഞ ഹോർമൂസ് കടലെടുക്ക് ഇപ്പോൾ ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ ഹോർമൂസ് കടലെടുക്ക് ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച യുദ്ധമേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ നിഴൽ യുദ്ധം പരസ്യമായ ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ അതോ അന്താരാഷ്ട്ര ഇടപെടലുകളിലൂടെ പരിഹാരമുണ്ടാക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.